ശശി തരൂരിനെ വീണ്ടും തള്ളി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. തരൂരിനെ ഉൾപ്പെടുത്തിയത് താരപ്രചാരകരുടെ പട്ടികയിൽ. പ്രചാരണത്തിന് ക്ഷണിച്ചില്ലെന്ന് പറയാനാകില്ലെന്നും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, അല്പസമയം മുമ്പാണ് ഈ നിലമ്പൂരിൽ പോളിംഗ് നടക്കുന്ന ഈ ഘട്ടത്തിലാണ് ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത്. ഒരു മിസ്ഡ് കോൾ പോലും ഉണ്ടായില്ല, ആരും പ്രചാരണ രംഗത്തേക്ക് ക്ഷണിച്ചില്ല എന്ന് ശശി തരൂർ പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ ശശി തരൂരിനെ തള്ളിക്കൊണ്ട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരുന്നു. താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂരിന് ഉൾപ്പെടുത്തിയിരുന്നു എന്നത് രേഖാമൂലം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തുകൊണ്ടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? ശശി തരൂർ നടത്തിയ തുറന്നു പറച്ചിലിൽ അല്ലെങ്കിൽ ശശി തരൂർ നടത്തിയ പ്രതികരണത്തിൽ മാധ്യമങ്ങൾക്ക് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിൻ പട്ടിക നൽകിക്കൊണ്ടാണ് തരൂരിനോട് കോൺഗ്രസ് മറുപടി പറയുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 40 പേരടങ്ങുന്ന സ്റ്റാർ ക്യാമ്പയിൻ പട്ടികയാണ് കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമനായിട്ട് KC വേണുഗോപാൽ ഉൾപ്പെടെ 8ാമനായിട്ട് ശശി തരൂർ MP വരുന്ന രീതിയിലാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പട്ടിക കൈമാറിയിട്ടുള്ളത് 2 ജൂൺ 2025 അപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ സ്റ്റാർ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് പങ്കെടുക്കണമെന്നായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ തരൂർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, തന്നെ ഫോണിൽ വിളിച്ചു പോലും ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുക്കണമെന്ന് ഫോണിൽ വിളിച്ചു പോലും പറഞ്ഞിരുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ താൻ അവിടെ എത്തുമായിരുന്നു എന്നൊരു പ്രതികരണമാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ നേതൃത്വത്തിനോട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോടുള്ള തുറന്നടിച്ചൊരു നിലപാട് കൂടി അല്ലെങ്കിൽ തുറന്നടിച്ചുകൊണ്ടായിരുന്നു തരൂർ സംസാരിച്ചത്. എല്ലാ കാലത്തും നേതൃത്വത്തിനോടുള്ള എതിർപ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യമായിട്ടാണെങ്കിൽ പോലും സംഘടനയോടുള്ള സ്വകാര്യ മീറ്റിങ്ങുകളാണെങ്കിൽ പോലും എല്ലാ കാലത്തും നേതൃത്വത്തിനോടുള്ള വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അങ്ങോട്ട് തന്നെ പോകും. നിലമ്പൂരിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണുള്ളത്. അത് UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കാനുള്ളൊരു ഘട്ടം അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കട്ടെ എന്നൊരു ആശംസയെ നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നേതൃത്വത്തിനോട് എതിർത്തും സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ 16 ദിവസം നമുക്കറിയാം ശശി തരൂർ രാജ്യം അല്ലെങ്കിൽ ഭാരതം നടത്തിയ സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ശശി തരൂർ എന്ന് പറയുന്നത്. അപ്പോൾ 16 ദിവസം ആ യാത്രകൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വന്നിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിനുശേഷം പോലും തരൂരിനെ ഇത്തരത്തിൽ നിലമ്പൂരിലേക്ക് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല എന്നൊരു അതൃപ്തി 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തരൂർ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ തരൂർ അത് തുറന്നു പറയുമ്പോൾ നേതൃത്വത്തിനോടുള്ള പ്രകടമായിട്ടുള്ള വിയോജിപ്പാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയമല്ല, രാജ്യമാണ് പ്രധാനം. എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ നയങ്ങൾക്കൊപ്പം നിൽക്കാനാണ് താല്പര്യം. രാഷ്ട്രീയം വേറെയാണ് വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്നതും രാജ്യ താല്പര്യത്തിനോടൊപ്പം നിൽക്കാൻ തനിക്ക് സാധിച്ചതും എന്നൊരു തുറന്നു പറച്ചിലുകൂടിയാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്. നീലിമ. ഓക്കെ, ടിൻഡുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.